15 വർഷത്തിന് ശേഷം വൈശാഖം പൃഥ്വിരാജും വീണ്ടും ഒന്നിക്കുന്ന ഖലീഫ എന്ന ചിത്രത്തിന്റെ പൂജയും സ്വിച്ച് ഓൺ കർമ്മവും നടന്നു. സൂപ്പർ ഹിറ്റ് ചിത്രം ടർബോയ്ക്ക് ശേഷം വൈശാഖ് ഒരുക്കുന്ന ഖലീഫയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുറത്തുവിട്ടിട്ടുണ്ട്. സൂപ്പർ ഹിറ്റ് ചിത്രമായ ടർബോയ്ക്ക് ശേഷം വൈശാഖ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഖലീഫ. ബിഗ് ബജറ്റ് ആക്ഷൻ ചിത്രമായി ഒരുങ്ങുന്ന സിനിമയുടെ പൂജയും സ്വിച്ച് ഓൺ കർമ്മവും കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. ഇതിന്റെ ചിത്രങ്ങളും അണിയറ പ്രവർത്തകർക്കൊപ്പമുള്ള ചിത്രങ്ങളും നിർമ്മാതാക്കൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഓഗസ്റ്റ് 6 ലണ്ടനിൽ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. 15 വർഷത്തിന് ശേഷം വൈശാഖും പൃഥ്വിരാജും വീണ്ടും ഒന്നിക്കുന്നുവെന്ന പ്രത്യേകതയും ഖലീഫയ്ക്കുണ്ട്. ആമിർ അലി എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ജിനുവി എബ്രഹാമാണ് ചിത്രത്തിന്റെ രചയിതാവ്. ആദം ജോൺ, ലണ്ടൻ ബ്രിഡ്ജ്, മാസ്റ്റേഴ്സ്, കാപ്പ എന്നീ സിനിമകൾക്ക് ശേഷം ജിനുവും പൃഥ്വിരാജും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്. വൈശാഖിന്റെ ആദ്യ സിനിമയായ പോക്കിരി രാജയിൽ മമ്മൂട്ടിക്കൊപ്പം പൃഥ്വിരാജും എത്തിയിരുന്നു. ജെയ്ക്സ് ബിജോയാണ് ഖലീഫയ്ക്ക് വേണ്ടി സംഗീതമൊരുക്കുന്നത്. ചമൻ ചാക്കോ എഡിറ്റിംഗ് നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം ജോമോൻ ടി ജോണാണ് കൈകാര്യം ചെയ്യുന്നത്. ചിത്രത്തിലെ മറ്റു അഭിനേതാക്കളുടെയും അണിയറ പ്രവർത്തകരുടെയും വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നാണ് റിപ്പോർട്ടുകൾ. സിനിമയുടെ അനൗൺസ്മെന്റ് പോസ്റ്റർ നേരത്തെ പുറത്തു വന്നിരുന്നു. കൈകൊണ്ട് മുഖം മറച്ച തരത്തിലുള്ള പൃഥ്വിരാജിനെയാണ് പോസ്റ്ററിൽ കാണാനാകുന്നത്. ജിനു എബ്രഹാം ഇന്നോവേഷൻസ് ആണ് സിനിമ നിർമ്മിക്കുന്നത്. അതേസമയം ബോളിവുഡ് ചിത്രമായ സർസമീനാണ് പൃഥ്വിരാജിന്റേതായി പുറത്തിറങ്ങാനുള്ള അടുത്ത ചിത്രം. ജൂലൈ 25 സർസമീൻ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ പുറത്തിറങ്ങും. കജോളും ഇബ്രാഹിം അലിഖാനും സിനിമയിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. രാഷ്ട്രത്തിന് പ്രഥമ പരിഗണന നൽകുന്ന ഒരു കർക്കശക്കാരനും സത്യസന്ധരുമായ സൈനിക ഉദ്യോഗസ്ഥന്റെ വേഷത്തിലാണ് പൃഥ്വിരാജ് ചിത്രത്തിലെത്തുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.